കേരള സംസ്ഥാനത്തെ പോളിംഗ് ഏതാണ്ട് 80% എത്തിയതോടുകൂടി നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധന്മാരും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും അതുപോലെ തന്നെ വിവിധ പത്രങ്ങളിലെ ഈ ആസ്ഥാന വിശാരദന്മാരും ഒക്കെ തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പോളിംഗ് കൂടിയത് ആർക്ക് ഗുണമാണ് അല്ലെങ്കിൽ ആർക്ക് ദോഷമാണ് എന്ന്. പണ്ട് മുതലേ ഉള്ള ഒരു അന്ധവിശ്വാസം, വോട്ടിംഗ് ശതമാനം കൂടിക്കഴിഞ്ഞാൽ അത് UDFന് ഗുണകരമാണ്, വോട്ടിംഗ് ശതമാനം കുറഞ്ഞാൽ LDFന് ഗുണമാണ് എന്നുള്ളതാണ്. ഇത് തികച്ചും തെറ്റാണ്. വളരെ പണ്ട് കാലത്തൊക്കെ ഒരു പക്ഷേ അങ്ങനെ ആയിരുന്നിരിക്കും. കാരണം കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നത് കുറച്ച് സാമ്പത്തിക സ്ഥിതിയുള്ളവരാണ്. ഭയങ്കര മഴ പെയ്യുകയാണെങ്കിൽ, അതികഠിനമായ വെയിലാണെങ്കിൽ, ചൂടാണെങ്കിൽ അത്ര ബന്ധപ്പെട്ട് ആരും ബൂത്തിൽ പോയി വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുകയില്ല. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത് സാധാരണക്കാരാണ്, പാവങ്ങളാണ്, കർഷക തൊഴിലാളികളാണ്, അല്ലെങ്കിൽ ഫാക്ടറി തൊഴിലാളികളാണ്. സാധാരണക്കാരേക്കാൾ സാധാരണക്കാരായിട്ടുള്ളവരാണ് ദുഃഖിതരും വ്യഥിതരും നിന്ദിതരും പീഡിതരുമായിട്ടുള്ള ആളുകൾ. അവരെന്ത് തന്നെയാണെങ്കിലും പാർട്ടിയോടുള്ള പ്രതിബദ്ധത മറക്കുകയില്ല, പാർട്ടിക്ക് കൃത്യമായിട്ട് വോട്ട് ചെയ്യും. ഈ ധാരണപ്പുറത്താണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടായി വന്നിട്ടുള്ളത്. വോട്ടിംഗ് ശതമാനം കൂടിക്കഴിഞ്ഞാൽ അത് UDFന് ഗുണമാണ്. കാരണം ജീവിക്കാൻ നിവൃത്തിയുള്ളവരൊക്കെ UDFന് വോട്ട് ചെയ്യും, നിവൃത്തിയില്ലാത്തവർ വോട്ട് ചെയ്യും. പക്ഷേ നിവൃത്തിയുള്ളവരുടെ വോട്ട് കൂടുതൽ വരുമ്പോൾ UDF ജയിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കും എന്നുള്ളത് ഇത് പരമാബദ്ധമാണ്. ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ നിവൃത്തിയുള്ളവർ അധികം LDFനും നിവൃത്തിയില്ലാത്തവർ UDFലുമാണ്. അപ്പോൾ അങ്ങനെയുള്ള കണക്കിലൊന്നും യാതൊരു കഥയുമില്ല. ഈ എല്ലാവർക്കും ജീവിക്കാൻ നിവൃത്തിയുണ്ട്. ഈ ഈ വക കണക്കൂട്ടലുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. 1987 തെരഞ്ഞെടുപ്പിൽ പോളിംഗ് പെർസെൻറ്റേജ് വല്ലാതെ കൂടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ മനോരമാദികളൊക്കെ വളരെ സന്തോഷിച്ചു. പോളിംഗ് ശതമാനം കൂടിയല്ലോ, ഇനി UDF അധികാരത്തിൽ തിരിച്ചു വരും, UDFന് കിട്ടാനുള്ള വോട്ടുകളെല്ലാം വന്നിട്ടുണ്ട് എന്നവർ വിചാരിച്ചു. പെട്ടി തുറന്നപ്പോൾ എന്ത് സംഭവിച്ചു ചോദിച്ചാൽ നേർവിപരീതമായ റിസൾട്ട് ഉണ്ടായി. വലിയ ഭൂരിപക്ഷത്തോടെ ഇടതു മുന്നണി അധികാരത്തിൽ വന്നു. ഇവിടെ എറണാകുളം ജില്ലയിൽ പോലും 3 സീറ്റാണ് വന്നിട്ട് പോയിട്ട് UDFന് ജയിക്കാൻ പറ്റിയത്. തിരുവനന്തപുരം ജില്ലയിൽ 1 സീറ്റാണ് ജയിച്ചത്, കൊല്ലം ജില്ലയിൽ 1 സീറ്റാണ് കിട്ടിയത്. അതായിരുന്നു അന്നത്തെ UDFൻ്റെ പെർഫോമൻസ്. പ്രമുഖ നേതാക്കൾ പലരും തോറ്റു. മധ്യ തിരുവിതാംകൂറിൽ പോലും UDFന് വലിയ തിരിച്ചടി ഉണ്ടായി. ഏത് തെരഞ്ഞെടുപ്പ് പോയാലും റിസൾട്ട് ഏതാണ്ട് ഈ രീതിയിലൊക്കെ തന്നെയായിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, പോളിംഗ് പെർസെൻറ്റേജ് വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50% അതിലേക്ക് താഴെ പോയാൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് ബാരിസ്റ്റർ സേവ്യർ അറക്കൽ മരിച്ചതിന് ശേഷം ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പ്, അന്ന് കോൺഗ്രസ്സുകാർ ആരും വോട്ട് ചെയ്യാൻ പോയില്ല, പോളിംഗ് സ്റ്റേഷനുകളൊക്കെ ഒഴിഞ്ഞു കിടന്നു. അന്ന് ഈ മാർക്സിസ്റ്റുകാർ മാത്രമാണ് പോളിങ്ങിന് പോയി വോട്ടിട്ട് തിരിച്ചു വന്നത്. ആ തെരഞ്ഞെടുപ്പിലാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ആദ്യമായിട്ട് ജയിച്ചത്. അന്ന് അദ്ദേഹത്തിന് ഏതാണ്ട് 5000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അത്രയും പോളിംഗ് പെർസെൻറ്റ് കുറഞ്ഞു പോയതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. പക്ഷേ അതൊന്നും സാധാരണഗതിയിൽ സംഭവിക്കുമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, ഇനി പോളിംഗ് പെർസെൻറ്റ് കൂടിയതുകൊണ്ട് LDFന് വല്ല ഗുണമുണ്ടോ? യാതൊരു ഗുണവുമില്ല. പോളിംഗ് പെർസെൻറ്റേജ് കൂടിയാലും പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞാലും രണ്ട് മുന്നണികൾക്ക് BJPക്ക് ഏതാണ്ട് തുല്യ പ്രത്യാഘാതമാണ് ഉണ്ടാകുക. അവരുടെ സാധ്യതകൾ അതുകൊണ്ട് മാത്രം വർദ്ധിക്കുകയോ അതുകൊണ്ട് മാത്രം കുറയുകയോ ചെയ്യുന്നില്ല. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും? എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ പോളിംഗ് ബൂത്തിലെത്തി ക്യൂ നിന്ന് വോട്ട് ചെയ്ത്? സിനിമാ താരം മോഹൻലാൽ അരമണിക്കൂർ ക്യൂ, രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ അങ്ങനെ ക്യൂ നിൽക്കാൻ താല്പര്യമുള്ള ആളല്ല. അദ്ദേഹം പോലും 1 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് വോട്ട് ചെയ്തത്. കാരണം പോളിംഗ് കുറച്ച് മന്ദഗതിയിലാണ് നടന്നത്. ജനാധിപത്യത്തോട് അത്ര അധികം പ്രതിബദ്ധതയുള്ള ആളല്ല ഞാൻ. ഇപ്പോൾ ആലുവ മണ്ഡലത്തിൽ ഞാൻ ആർക്ക് വോട്ട് ചെയ്താലും റിസൾട്ടിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. എന്നിട്ടും നിന്ന് വോട്ട് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പൊതുവേ ആളുകൾ എന്തുകൊണ്ടാണ് ക്യൂ നിന്ന് വോട്ട് ചെയ്തത് എന്ന് ചോദിച്ചാൽ, ഈ ഭരണവിരുദ്ധ വികാരം അത്രയും ശക്തമാണ്. ഒരാൾ വോട്ട് ചെയ്യാത്തതുകൊണ്ട് ഇനി ഒരു വോട്ടിനെങ്ങാനും LDF ജയിച്ചു പോയാലോ അല്ലെങ്കിൽ പിണറായി വിജയൻ അധികാരത്തിൽ തിരിച്ചെത്തിയാലോ എന്ന് പേടിച്ചിട്ട് പല ആളുകളും വന്നു വോട്ട് ചെയ്തതാണ്. പണ്ട് ഈ പുലപ്പേടി മണ്ണാപ്പേടി എന്നൊക്കെ കേട്ടില്ലേ, അതുപോലെ ഒരു സംഗതിയായിട്ട് ഇപ്പോൾ പിണറായി പേടി ഉയർന്നു വന്നിരിക്കുകയാണ്. അതായത് ഈ പിണറായിസത്തിനും മരുമോനിസത്തിനും എതിരായിട്ടുള്ള വികാരം ജനങ്ങളുടെ ഇടയിൽ വളരെ ശക്തമായിട്ടുണ്ട്. അത് കോൺഗ്രസ്സുകാരുടെ ഇടയിലുണ്ട്, ലീഗുകാരുടെ ഇടയിലുണ്ട്, BJPക്കാരുടെ ഇടയിലുണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിലുണ്ട്, അത് CPMകാരുടെ ഇടയിലുണ്ട്. അപ്പോൾ ആ ഒരു വികാരമാണ് കൊടും ചൂടായിട്ടും മീനച്ചൂട് അതികഠിനമായിരുന്നിട്ടും പോളിംഗ് ബൂത്തിലേക്ക് ആളുകളെ തള്ളിവിട്ടത് എന്നാണ് എൻ്റെ ഒരു അനുമാനം.
അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ പിണറായി സർക്കാർ തിരിച്ചു വരാനുള്ള സാധ്യത തീരെയില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും വോട്ട് ഷെയർ നന്നായിട്ട് വർദ്ധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അന്യഥാ ജയിക്കാൻ ഒരു സാധ്യതയില്ലാത്ത പല ആളുകളും ഈ കൂട്ടത്തിൽ ജയിച്ചു പോകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദുരന്ത ഫലം. ഈ ഭരണനാറ്റം കഴിഞ്ഞ് അതിഭയങ്കരമായ ഭരണനാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയത്തിന് അവകാശമില്ല. ഏതായാലും യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ഇത് ഒരു തരത്തിലും പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടില്ല. അനുകൂലമായിട്ട് ഒരു ചെറിയ പരിധിവരെ ബാധിച്ചിട്ടും ഉണ്ടാവും. ജയിക്കാൻ സാധ്യതയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷത്തിൽ നല്ല വർധനവുണ്ടാവും. പ്രത്യേകിച്ച് മലബാർ ഭാഗത്ത് വോട്ടിംഗ് പെർസെൻറ്റേജ് നല്ലപോലെ കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രണ്ട് മുന്നണികളും ബി ജെ പിയും വളരെ ശക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അതിൻ്റെ ഫലം തീർച്ചയായിട്ടും വോട്ടിംഗ് യന്ത്രത്തിൽ പ്രതിഫലിച്ചു. അത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പോളിംഗ് പെർസെൻറ്റേജ് കൂടിയോട് മാത്രമല്ല യു ഡി എഫ് ജയിക്കുന്നത്. യു ഡി എഫ് ജയിക്കും എന്ന് ആദ്യമേ തന്നെ വ്യക്തമാണ്. അത് യു ഡി എഫിൻ്റെ മേന്മകൊണ്ടുമല്ല, ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടുന്നത് അവരുടെ കേമത്വം കൊണ്ടല്ല, മറിച്ച് ഈ പിണറായി സർക്കാരിനോട് ജനങ്ങളുടെ ഇടയിൽ അത്രയും വലിയ വിപരീത വികാരം നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. യാതൊരു തെറ്റിദ്ധാരണയും ആർക്കും ഉണ്ടാകേണ്ടതില്ല. ജയ് ഹിന്ദ്.